നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹവും വളരെ ക്ലിയറായി ഇന്നലെ നമ്മളെ കേട്ടു എന്നുള്ളതാണ്. ഇത്രയും ദിവസം നമ്മളൊന്ന് കേൾക്കാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മളെ കേട്ടു, നമുക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനം നമുക്ക് തന്നു. സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ നമുക്ക് അത്രയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്രയും പൂർണ്ണ പിന്തുണ തന്ന് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഹൈക്കോടതിയിൽ നമുക്ക് വേണ്ടി വാദിച്ചത് സീനിയർ ലോയർ ശ്രീ ജോർജ് പൂന്തോട്ടം സാറാണ്. അദ്ദേഹം 24/7 നമ്മളെപ്പോൾ വിളിച്ചാലും അദ്ദേഹം കോൾ എടുത്ത് കുഴപ്പമില്ല, നമുക്ക് അനുയോജ്യമായ തീരുമാനം വരും എന്ന് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ മൃദുലേട്ടനാണ്, അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു, പുള്ളിയും അതേപോലെ തന്നെയാണ്. കുഴപ്പമില്ലടി, സമാധാനിക്കുക, നമുക്കൊരു തീരുമാനം വരും എന്നുള്ള രീതിക്കായിരുന്നു. പുള്ളിയും വളരെയധികം നമുക്കൊരു സ്വന്തം സഹോദര സ്ഥാനീയനെ പോലെ നിന്ന് നമ്മളെ അത്രയും സഹായിച്ചു. പിന്നെ അഡ്വക്കേറ്റ് JS അഖിൽ, പുള്ളി KPCC ഭാരവാഹി കൂടിയാണ്. അദ്ദേഹവും വളരെയധികം സഹായിച്ചിരുന്നു. KPCCയുടെ ഇലക്ഷൻ ഇൻചാർജ് ശ്രീ KP റഹ്മാൻ സാർ ആയാലും നമ്മളെ അത്രയും സഹായിച്ചു. പിന്നെ ഈ പറയേണ്ടത് മറ്റൊരു കാര്യം, എടുത്തു വരേണ്ട ഒരു കാര്യം, നമ്മുടെ സ്വന്തം പാർട്ടിയാണല്ലോ എല്ലാം. പാർട്ടിയിലുള്ള ഓരോ ആളുകളും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരാളുടെ പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അത് പിന്നെ എനിക്കൊരു വിഷമമാകും. അത്രയും ആളുകളുണ്ട്. മുട്ടട വാർഡിനകത്തുള്ള എല്ലാ സഹപ്രവർത്തകരും ഒന്നടങ്കം നിന്ന് ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. വാർഡ് പ്രസിഡന്റ് മുതൽ 2 വാർഡ് പ്രസിഡന്റുമാരുണ്ട് നമുക്ക്. കൊറോണ വാർഡ് പ്രസിഡന്റ് ആയാലും മുട്ടട വാർഡ് പ്രസിഡന്റ് ആയാലും DCC ഭാരവാഹി ആയാലും ബാക്കി എല്ലാവരും, എല്ലാ ഭാരവാഹികളും, ഒരു ഭാരവാഹിത്വം പോലും ഇല്ലാത്ത സാധാരണ സഹപ്രവർത്തകരായാൽ പോലും എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. ജനങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ കേട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പോസ്റ്റാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലർ എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ട് വലിയ രാഷ്ട്രീയമോ ഒന്നും തന്നെ അതിലില്ല. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനൊരു ലാഭം കൊയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കാര്യമായി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഒരു 4-5 ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ വെച്ച് ഞാൻ ആയിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ പോലും ഞാനാണ് പേഴ്സണലി, എനിക്ക് അത്രയും കുറച്ച് മാനസികമായിട്ടുള്ളൊരു മാനസിക സംഘർഷമുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞാനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ പൂർവാധികം ശക്തിയോടെ നാളെ മുതൽ നമ്മൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും.